സോ ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബഡ്ജറ്റ് മാസ്റ്റർ. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റുകളും അങ്ങനെ വരുന്നതേയില്ല. നമുക്ക് ആകെപ്പാടെ ഈ ഒരു വർഷം പ്രതീക്ഷിക്കാവുന്ന ഏക സിനിമ എന്ന് പറയുന്നത് ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ എന്ന സിനിമ മാത്രമാണ്. ഇത് മാത്രമാണ് ഈ വർഷമായിട്ട് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്നും പുറത്തിറങ്ങാൻ പോകുന്ന ഏക സിനിമ. എന്നാൽ പിന്നീട് എന്ത് എന്നുള്ള ഒരു ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം ഇപ്പോൾ ആർക്കും തന്നെ പറയാൻ പറ്റാത്തൊരു സാഹചര്യം തന്നെയാണ്. ക്യാപ്റ്റൻ അമേരിക്ക ദ ബ്രേവ് ന്യൂ വേൾഡുമായി ബന്ധപ്പെട്ട കുറച്ചധികം പിക്സ് പുറത്തു വരുന്നുണ്ട്. ഇത് മാത്രമല്ലാതെ അവഞ്ചേഴ്സ് 5 ബന്ധപ്പെട്ട ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട്. സോ എന്തൊക്കെയായാലും നമ്മൾ ഇന്റർവ്യൂ നോക്കാൻ പോകുന്നത് ഇനി എന്തായിരിക്കും MCU എന്ന ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാൻ പറ്റും. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ അതിൽ കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും വിഷയം എന്താണ്. സോ ലെറ്റ് സ്റ്റാർട്ട് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ്. തീർച്ചയായിട്ടും ഈ ഒരു പേര് പറയുമ്പോൾ മുൻപ് പലർക്കും പല രീതിയിലുള്ള എക്സ്പെക്ടേഷനും പ്രതീക്ഷകളും താല്പര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഇപ്പോൾ അത് കുറേയേറെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വാസ്തവം. ഇപ്പോൾ പഴയതുപോലെ MCUവിനെ ഫോളോ ചെയ്യുന്ന ഹാർഡ് കോർ ഫാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ പോലും അതിന്റെ അളവ് വളരെയധികം കുറഞ്ഞിരിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ MCUവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ വളരെയധികം കുറഞ്ഞത് തന്നെയാണ്. ഒരു സമയത്ത് MCU കറക്റ്റ് ഓർഡറിൽ പോയിക്കൊണ്ടിരുന്നു. അത് കൃത്യമായിട്ടും ഫേസ് 3 വരെ മാത്രം. എന്നാൽ ഫേസ് 4 ശേഷം അത് കുറേയധികം കൂടി. അപ്പോൾ ആൾക്കാർക്കുള്ള താല്പര്യം കുറഞ്ഞു. എന്നാൽ പിന്നീട് ഫേസ് 5 ശേഷം അത് കുറേയധികം കുറഞ്ഞു. ഇപ്പോഴും ആൾക്കാർക്ക് താല്പര്യം കുറഞ്ഞിരിക്കുന്നു. കൃത്യമായിട്ടുള്ള ആ ഒരു മൊമെന്റം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ആ ഒരു ഫ്രീക്വൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇപ്പോഴും മാർവലും ഡിസ്നിക്കും സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് മാർവൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. കൃത്യമായിട്ടും ഒരു സിനിമകളോ പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു അനൗൺസ്മെന്റുകളോ അല്ലെങ്കിൽ എന്താണ് ഇനി അങ്ങോട്ട് MCU ഉള്ളത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തകളോ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതും ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. നേരത്തെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിരുന്നു. ഇനി എന്ത് എങ്ങനെ എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു ഐഡിയ ഏറെക്കുറെ എല്ലാ ആരാധകർക്കും ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഏറ്റവും പറയേണ്ടിയിരിക്കുന്നത് തന്നെയാണ് ഇതുവരെ പുറത്തിറങ്ങിയ ആ ഒരു മൾട്ടിവേഴ്സൽ സാഗയ്ക്കുള്ള കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തരാൻ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല. എന്ത് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർക്കും ഒന്നും തന്നെ അറിയില്ല. കുറേയധികം സിനിമ ഇറങ്ങുന്നു, കുറേയധികം കഥാപാത്രങ്ങൾ വരുന്നു. ഇവയെല്ലാം പരസ്പരം എങ്ങനെ കണക്റ്റഡ് ആകുന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് ഇവയെല്ലാം അവസാനം ഉദ്ദേശിക്കുന്നത് എന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ. പണ്ട് മാർവൽ സിനിമകളെ കണക്ട് ചെയ്യുന്ന വളരെ വലിയൊരു ഘടകം തന്നെയായിരുന്നു അതിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് 3 വരെ മാർവൽ കൃത്യമായിട്ട് അതിനെ ഉപയോഗിച്ചിരുന്നു. അത് എങ്ങനെയൊക്കെ വരുമെന്ന് ആരാധകർ എക്സ്പെക്ട് ചെയ്തു, ഫാൻ തിയറീസ് ഉണ്ടാക്കി, അതിന്റെ എക്സ്പെക്ടേഷൻ കൂടി. പിന്നീട് ഈ തിയറിയിൽ നിന്ന് തന്നെ മാർവൽ ഓരോരോ കഥകൾ ഉണ്ടാക്കിയെടുത്തു. ചുരുക്കി പറഞ്ഞാൽ ആരാധകരുടെ എക്സ്പെക്ടേഷനും ആ ഒരു പ്രതീക്ഷയെല്ലാം നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് ആ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന ആ ഒരു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെയും മൂവീസിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആദ്യമായിട്ട് ഇറങ്ങിയിട്ടുള്ള ബ്ലാക്ക് വിഡോ മുതൽ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ സിനിമകളുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിന്റെ ആ ഒരു കണക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൈ പൊക്കി മുകളിലോട്ട് നിൽക്കേണ്ട അവസ്ഥ തന്നെയാണ്. ഒരു ഐഡിയ നമുക്കില്ല. അതിനേക്കാൾ ഏറ്റവും വലിയൊരു ഐഡിയായിട്ട് കാങ് ദ കോൺകറിനെ അഥവാ ജോർദൻ മേഴ്സിനെ ഇപ്പോൾ മാർവൽ തന്നെ പുറത്താക്കി. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ വില്ലൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അറിയാത്തൊരവസ്ഥ തന്നെയാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു പൂജ്യമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് ഇപ്പോൾ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനുള്ളത്. എന്നാൽ തീർച്ചയായിട്ടും ഇത് ഇങ്ങനെ തന്നെ നിലനിൽക്കുമോ അല്ലെങ്കിൽ ഇതിലൊരു മാറ്റം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. ജൂലൈ 26 ശേഷം നമുക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും പറയാൻ സാധിക്കും. കാരണം അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ എന്ന സിനിമ പുറത്തിറങ്ങാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സിനിമയിലൂടെ മാത്രമേ ഇനി മാർവലിന്റെ ഫ്യൂച്ചർ കൃത്യമായിട്ട് നമുക്കങ്ങോട്ട് പറയാൻ സാധിക്കൂ. എന്തായിരിക്കുമെന്നോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കുമോ എന്നുള്ള ആ ഒരു ചോദ്യത്തിന് എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ പ്രകാരം അടുത്ത വർഷത്തോടു കൂടി അവഞ്ചേഴ്സ് 5 ബന്ധപ്പെട്ട ആ ഒരു ഷൂട്ടിങ്ങും മറ്റും മാർവൽ ആരംഭിക്കുന്നു. കൃത്യമായിട്ടും ഈ ഒരു സിനിമ തന്നെയായിരിക്കും ഇതുവരെയുള്ള ആ ഒരു പല ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് നൽകാൻ പോകുന്നത്. പല പോസ്റ്റ് ക്രെഡിറ്റ് സീനിന്റെയും ആ ഒരു കണക്ഷൻ പിടികിട്ടും അല്ലെങ്കിൽ പല പല കാര്യങ്ങൾക്കുള്ള ഉത്തരം കൃത്യമായിട്ടും നമുക്ക് നൽകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ തന്നെയാണ് അവഞ്ചേഴ്സ് 5. തീർച്ചയായിട്ടും ഒരേ ഉറപ്പാണ്, എങ്ങനെയായിരുന്നു ഇൻഫിനിറ്റി വാർ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഉണ്ടാക്കിയത് അത് തന്നെയായിരിക്കും അവഞ്ചേഴ്സ് 5 മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അവഞ്ചേഴ്സ് 5 കൂടി പല പല ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും. എന്നാൽ അതേസമയം മാർവലിനെ വലിയൊരു ആപത്തിൽ അത് പിടുത്തുകയും ചെയ്യും. പിന്നീട് ഇതിന്റെ പരിഹാരമായിട്ടായിരിക്കും കുറേയധികം നാളിന് ശേഷം സീക്രട്ട് വാർസ് വരാൻ പോകുന്നത്. ചിലപ്പോൾ ഇത് മാർവലിന്റെ എല്ലാം മറ്റൊരു സ്ട്രാറ്റജി ആയിരിക്കും. എന്നാൽ പോലും ഇപ്പോൾ കൃത്യമായിട്ട് മാർവലിന്റെ പോക്ക് എന്താണ് എന്നതിനെ പറ്റി ഒരു ഐഡിയയും ഇല്ല. അതിന് കൃത്യമായിട്ട് ഒരു ഐഡിയ വേണമെങ്കിൽ വോൾവറൈൻ ആൻഡ് ഡെഡ്പൂൾ പുറത്തിറങ്ങുക തന്നെ വേണം. തീർച്ചയായിട്ടും കാത്തിരിക്കാൻ മാത്രമേ ഇപ്പോൾ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും വോൾവറൈൻ ആൻഡ് ഡെഡ്പൂൾ അല്ലെങ്കിൽ ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ എന്ന ആ ഒരു സിനിമയുടെ ഹൈപ്പ് കൂടി വരുന്നുണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങളും ഈ ഒരു സിനിമയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഹൈപ്പ് കൂട്ടാനുള്ള പല കാരണങ്ങളും. ട്രെയിലർ പുറത്തു വന്നു, എക്സ്പെക്ടേഷൻ കൂടിയിട്ടുണ്ട്. നിലവാരമുള്ള പല കാര്യങ്ങളും ഈ ഒരു സിനിമയിൽ കാണുമെന്ന്
പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് മാത്രമല്ലാതെ ആ ഒരു ലെജൻഡറി കഥാപാത്രങ്ങളെ സീക്രട്ട് വാഴ്സിലേക്ക് മാർവൽ തിരികെ കൊണ്ടുവരാൻ താല്പര്യമുണ്ട് എന്ന രീതിയിലുള്ള പല വാർത്തകളും വരുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഒടുവിലായിട്ട് റോബർട്ട് ഡോണി ജൂനിയർ തന്നെ പറഞ്ഞെന്ന് പറയുന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. പുള്ളിക്കാരന് അയൺമാനായിട്ട് തിരികെ വരാൻ താല്പര്യമുണ്ട് എന്ന രീതിയിൽ തന്നെ. അതായത് സീക്രട്ട് വാഴ്സിൽ ഒരു പരിധിവരെ നമ്മൾ ആ ഒരു പഴയ കോർ അവഞ്ചേഴ്സ് ടീമിനെ എല്ലാം കാണാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. എന്തൊക്കെ തന്നെയായാലും ഇപ്പോൾ തീരെ പ്രതീക്ഷയില്ലാതെ പോകുന്ന MCUവിനെ പഴയ ഒരു ലെവലിൽ എത്തിക്കാനുള്ള പല മരുന്നുകളും ഈ മാർവലിന്റെ കയ്യിൽ തന്നെ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. സോ എന്തൊക്കെ തന്നെയാലും കാത്തിരുന്ന് തന്നെ പല കാര്യങ്ങളും കാണാം. സോ അതോടെ തന്നെ നമുക്ക് ഇന്നത്തോടെ അവസാനിപ്പിക്കാം. സോ അതോടെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം പല ഉദ്ദേശങ്ങളും ഇവിടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻറ്റസും പ്ലോട്ട്സ് ഇവിടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇനി എപ്പിസോഡ് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത പ്രതീക്ഷയുടെ എൻ്റെ ലെവൽ യു വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.